ഹായ് എവരിവൺ, വെൽക്കം ടു ക്യാൻഡൻ ടോക്സ്. ദൈവത്തിനോട് മരം കൊത്തി സങ്കടം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് താഴെ കിടക്കുന്ന പുഴുവിനെയോ ഉറുമ്പിനെയോ ഒന്നും കൊത്തിയെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദൈവം മറുപടി പറഞ്ഞത്, നിൻ്റെ ചുണ്ടുകൾ മരപ്പൊത്തിലുള്ള പുഴുവിനെയൊക്കെ കഴിക്കാനുള്ളതാണ്. ഇത് കേട്ട് തത്തയുടെ പരാതി ഇങ്ങനെയായിരുന്നു: എനിക്ക് മരപ്പൊത്തിലുള്ളതും താഴെ കിടക്കുന്നതും കഴിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിൻ്റെ ചുണ്ടുകൾ നല്ല പഴങ്ങൾ കൊത്തി കഴിക്കാനുള്ള ചുണ്ടുകളാണ്. ഇതെല്ലാം കേട്ട് നിന്ന കുയിലിന് ഭയങ്കര സങ്കടമായി. കുയിൽ പറഞ്ഞു, തത്തയുടെ ഭംഗിയോ മരം കൊത്തിയുടെ ചുണ്ടോ എനിക്ക് ദൈവം തന്നില്ലല്ലോ. ഇത് കേട്ട് ദൈവം കുയിലിനോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. കുയിൽ പാടി. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അടുത്തെത്തി. ഇത് കണ്ട കുയിലിന് ഭയങ്കര സന്തോഷമായി, അതേസമയം സന്തോഷം കൊണ്ട് കരയുകയും ചെയ്തു. നമ്മുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള അറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ കഴിവിനെ അല്ലെങ്കിൽ ഊർജത്തെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. ഓരോ സൃഷ്ടിയുടെയും പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇത് കണ്ടെത്തുന്ന ആളുകൾക്കാണ് സന്തോഷത്തോടെയും സംതൃപ്തിയോടുകൂടിയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഉപയോഗരഹിതമായിട്ടോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്യും. നമ്മൾ മറ്റുള്ള ആളുകളെ നോക്കി സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉൾബലം ഉണ്ടാവില്ല. നമ്മുടെ എബിലിറ്റീസും നമ്മുടെ ഇന്നബിലിറ്റീസും നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചും ഉള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് നമുക്ക് തോന്നുക. എല്ലാ ആളുകളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ എബിലിറ്റീസ് ഉണ്ട്. എല്ലാ എബിലിറ്റീസും നമുക്ക് ഉണ്ടാവണമെന്നില്ല. പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അഭിനയിക്കാനും എല്ലാ കഴിവുകളും നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഒരു നല്ല പാചകക്കാരൻ തനിക്ക് സംസാര വൈകല്യം ഉണ്ടോ എന്നൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഒരു സംഗീതജ്ഞന് തനിക്ക് അഭിനയിക്കാനുള്ള കഴിവില്ല എന്നോർത്ത് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളത്? അതിനൊരു പ്രസക്തിയില്ല. എത്രയധികം എബിലിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളതിലല്ല കാര്യം. ഉള്ള എബിലിറ്റീസിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിലാണ് കാര്യം. നമുക്കുള്ള പൊട്ടൻഷ്യൽസ്, നമുക്കുള്ള എബിലിറ്റീസ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഊർജത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാക്സിമം ഉപയോഗിച്ച് മുന്നേറുക. നാളെ കാണാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എക്സ്പെക്ട് നത്തിങ് ആൻഡ് അപ്രീഷിയേറ്റ് എവറിഥിങ്. ബൈ.